ഒരു ഹോളിഡേ ഫണ്ണി വൈബ് തരുന്ന ഒരു പെർഫ്യൂം, ഒരു ഹാപ്പിനെസ് കൊണ്ട് തുളുമ്പി നിൽക്കുന്ന ഒരു പെർഫ്യൂം. ആദ്യത്തെ സ്പ്രേയിൽ തന്നെ നിങ്ങൾക്ക് ഒരു പുഞ്ചിരി തരുന്ന ഒരു പെർഫ്യൂം. സോ ഇതൊരു ഹാപ്പി പെർഫ്യൂമാണ്. ഇതിനൊരു ജോൺ ബോ ഗുറ്റിയെ ലെബെ പെർഫ്യൂം. ഒരുപാട് ആൾക്കാർ ചോദിച്ച പെർഫ്യൂമാണ്. റിവ്യൂ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടു. ഈ ചൂട് സമയത്ത്, വെയിലുള്ള സമയത്ത്, ഹൈ ഹീറ്റിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾ യൂസ് ചെയ്യണം, ട്രൈ ചെയ്യണം. ഒരുപാട് ആളുകൾക്ക് കോംപ്ലിമെൻറ്റ് കിട്ടി. കുറച്ചധികം ആൾക്കാർ എനിക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്തു. ഞാൻ 1-2 പെർഫ്യൂം എന്താ പറയുക ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ റിവ്യൂ ചെയ്യണമെന്ന് ഡീക്കൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പെർഫ്യൂംസ് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ റെക്കമെൻഡേഷൻ വന്നൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. പക്ഷേ ഓൾറെഡി ഞാനിത് ഓർഡർ കൊടുത്തിരുന്നു. എങ്കിലും എനിക്ക് ഭാഗ്യം റെക്കമെൻഡേഷൻ ഈ പെർഫ്യൂം തന്നെയാണ് കൂടുതൽ വന്നത്. എനിവേ ഞാൻ 2-3 ദിവസമായിട്ട് ഇത് ട്രൈ ചെയ്തു. ഇപ്പം 125 ml ഞാൻ വാങ്ങിയത്. വാങ്ങിയപ്പോൾ എനിക്കിതിൻ്റെ കൂടെ തന്നെ ഗോൾട്ടിയറിൻ്റെ ഒരു ബാഗും കിട്ടി. വലിയ ബാഗാണ്. അതുപോലെ തന്നെ ക്വാളിറ്റിയും നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗ് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടി. ഇനി പെർഫ്യൂമിലേക്ക് വരാം. ആദ്യം ബോട്ടിൽ ഡിസൈൻ അറിയാലോ. നമ്മുടെ സാധാരണ ഒരു തകരപ്പാട്ട പോലുള്ളൊരു ബോട്ടിൽ ഡിസൈൻ, അത് അവരുടെ സിഗ്നേച്ചർ ബോട്ടിൽ ഡിസൈനാണ് ഗോൾട്ടിയറിൻ്റെ. പ്രത്യേകിച്ച് ഒന്നുമില്ല ബോട്ടിലിനെ കുറിച്ച് കാണിക്കാൻ. ഇവിടെ ലെ പെർഫ്യൂം, ലേബോ എന്ന വാക്കിനർത്ഥം ദി ഹാൻസം, ദി ബ്യൂട്ടിഫുൾ എന്നാണ്. ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്നും വായിക്കുന്നില്ല. ഇത് പൊക്കിയെടുക്കുമ്പോൾ സൂക്ഷിക്കുക, ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്. വളരെ ഹാൻഡ്സ് ആയിട്ടുള്ള സെക്സി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈൻ. JPGയുടെ ബോട്ടിൽ ഡിസൈൻ അത് പറയേണ്ട കാര്യമില്ല. അതൊരു യുണീക്ക് ബോട്ടിൽ ഡിസൈൻ, വേറൊരു ബ്രാൻഡിനും ഇല്ലാത്തൊരു ബോട്ടിൽ ഡിസൈനാണ്. അതൊരു സിമ്പിളാണ്. നമുക്ക് ഈ ഒരു ബോട്ടിൽ കാണുമ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും JPG ആണ് ബ്രാൻഡ് എന്നുള്ളത്. ഇവിടെ ഒരു ഫിഗ് ലീഫിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ബാച്ച് കോഡ് 51861. ഈ പെർഫ്യൂം മേക്ക് ചെയ്തത് ക്വിൻറ്റിൻ ബിഷോണ്. അറിയാലോ പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ആദ്യം എൻ്റെ സെൻ പ്രൊഫൈൽ വരുന്ന സ്വീറ്റ് വുഡി കോക്കനട്ട് ആംബർ വാനില ട്രോപ്പിക്കൽ ഫ്രൂട്ടി പൗഡറി ഐറിസ് ലാക്ടോണിക്. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന നോട്ട്, ടോപ്പ് നോട്ടിൽ പൈനാപ്പിൾ ഐറിസ് ജിഞ്ചർ സൈപ്രസ്, മിഡിൽ നോട്ടിൽ കോക്കനട്ട് വുഡി നോട്ട്, ബേസ് നോട്ടിൽ ടോങ്ക ബീൻ സാൻഡൽവുഡ് ആംബർ ആംബർഗ്രീസ്. ഇത്രയാണ് ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും. ട്രൈ ചെയ്യാം. നമുക്ക് ഓപ്പണിങ്ങിൽ കിട്ടുന്നത് പഴുത്ത പൈനാപ്പിൾ പ്ലസ് കോക്കനട്ട്, തേങ്ങാപ്പാലും പൈനാപ്പിളും ചേർത്തിട്ടുള്ള ജ്യൂസ്. അതെ, പൈനാപ്പിളും തേങ്ങാപ്പാലും ചേർത്തുള്ള ജ്യൂസിൻ്റെ ഒരു മണമാണ് ഇതിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു നോട്ട് എനിക്ക് സ്പെസിഫിക് ആയിട്ട് കിട്ടുന്നുണ്ട്. ബ്ലൂബെറീസിൻ്റെ ഒരു സ്വീറ്റ് സ്മെല്ല് വരുന്നുണ്ട്. നല്ലപോലെ ആ കോക്കനട്ടിൻ്റെ നോട്ട് പ്രൊമനൻ്റ് ആണ്. അതുപോലെ ഐറിസിൻ്റെ നോട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഐറിസ് കിട്ടുന്നില്ല. ഐറിസിൻ്റെ മണം ഇതിൽ കിട്ടുന്നില്ല. കൂടുതലും പൈനാപ്പിൾ, പിന്നെ ലൈറ്റ് ജിഞ്ചർ, അതാണ് ഒരു എർത്തി സ്മെല്ല് വരുന്നത്. പിന്നെ കോക്കനട്ടിൻ്റെ നോട്ട് ഹെവി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കോക്കനട്ട്, പൈനാപ്പിൾ, ഫ്രൂട്ടി, ബ്ലൂബെറീസ്, ബ്ലാക്ക് കറണ്ട്, ബെറീസിൻ്റെ ഒക്കെ സ്മെല്ല്, കാട്ടുപഴങ്ങളുടെ മണം, ഈ സമ്മർ സീസണിൽ വിളയുന്ന കാട്ടുപഴങ്ങളുടെ മണം, ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് പോലുള്ള ഒരു ഫ്രൂട്ടി മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് സ്മെല്ലാണ് ഇതിൽ കിട്ടുന്നത്. അതിൽ ഹെവി ആയിട്ട് കോക്കനട്ടിൻ്റെ നോട്ട് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഡ്രൈ ഡൗൺ വരുമ്പോൾ ഒരു ക്രീമി ടോങ്ക വാനില സാൻഡൽവുഡ് സ്മെല്ലാണ്. പക്ഷേ ഇത് ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടി ഫ്രഷ് പെർഫ്യൂം ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അതുകൊണ്ട് തന്നെ ഒരു ഹാപ്പി സെൻറ്റ് എന്ന് പറയാം. നമുക്കൊരു ഈ ട്രോപ്പിക്കൽ ഫ്രൂട്ടി സ്മെല്ല് എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന മണമാണല്ലോ. പ്രത്യേകിച്ച് ഈ ചൂടത്ത്, ഈ ഒരു 42 ഡിഗ്രി സെൽഷ്യസ് ഭയങ്കര ചൂടാണ്. ഈ ചൂട് സമയത്ത് ഇങ്ങനെയുള്ള മണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു കുളിർമയും ഒരു ഫീൽ തരുന്ന, ഒരു ഹാപ്പി ഫീൽ തരുന്ന, ഒരു ഹാപ്പി മൂഡ് തരുന്ന ഒരു സമ്മർ അല്ലെങ്കിൽ ഒരു ഫണ്ണി മൂഡ്, ഹോളിഡേ വെക്കേഷൻ ടൈപ്പ് DNA ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. സോ ആ ഒരു ഫീൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എനിക്ക് ഈ പെർഫ്യൂം അടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബാങ്കിൽ പോകണമായിരുന്നു. അപ്പോൾ ബാങ്കിൽ പോയപ്പോൾ ഞാൻ ഈ ഒരു പെർഫ്യൂമാണ് അടിച്ചത്. അപ്പോൾ ബൈക്കിലാണ് പോയത്. പെട്ടെന്ന് വരാം, ഭയങ്കര ചൂട്. അപ്പോൾ പോയി ചെന്നു. അവിടെ തിരക്കുണ്ടായിരുന്നു. അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ എനിക്കിതിന് മണം എത്ര നേരം നിൽക്കുന്നുണ്ട്. ലോങ്ജിവിറ്റി, അപ്പോൾ ഇട്ടിരുന്ന ഒരു ലിനൻ ഷർട്ടായിരുന്നു. അപ്പം ലോങ്ജിവിറ്റി എങ്ങനെയുണ്ട്, പുറത്ത് പോയിട്ട് വരുമ്പോൾ ഷർട്ടിൽ മണം നിൽക്കുന്നുണ്ട്, ഇതെല്ലാം എനിക്ക് അറിയണം. അങ്ങനെ ഞാൻ അവിടെ കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ മണം ഈ പോപ്പ് ചെയ്യുന്നുണ്ട്. ചൂട് തട്ടി AC-ലോട്ട് കയറുന്നപ്പോൾ ഈ മണം നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ മണം കിട്ടിയപ്പോൾ മനസ്സിലായത്, ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് മണം ഏത് ദിശയിലേക്കാണ് ഈ മണം പോകുന്നത്. ചില പെർഫ്യൂം അടിക്കുമ്പോൾ നമുക്കിപ്പോൾ ഡേറ്റ് നൈറ്റ് അല്ലെങ്കിൽ രാത്രി ഉപയോഗിക്കേണ്ട പെർഫ്യൂം ആണെങ്കിൽ നമുക്ക് രാത്രിത്തെ ഒരു മൂഡ് കിട്ടും, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ഒക്കേഷൻ ഫീൽ ചെയ്യും. ഇപ്പോൾ അതല്ല ഒരു സ്പൈസി പെർഫ്യൂം ആണെങ്കിൽ, അല്ലെങ്കിൽ സ്മോക്കി പെർഫ്യൂം ആണെങ്കിൽ അതുപോലത്തെ ലൊക്കേഷൻസ് ഒക്കെ ആയിരിക്കും മനസ്സിൽ വരുന്നത്. ഇത് ഞാൻ അടിച്ചിട്ട് ബാങ്കിൽ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഇത് ഇങ്ങനെയുള്ള ലൊക്കേഷൻ അല്ല ഇത്. ശരിക്കും ഇത് ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ചിൽ മൂഡായിട്ട് നിൽക്കുന്ന സമയത്ത് അടിക്കേണ്ട സാധനമാണ്. കാറിൽ നിന്ന് ഇറങ്ങി ഒരു ഫംഗ്ഷന് പോവുക, അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് കറങ്ങാൻ പോവുക, ഒരു ഹോളിഡേ ഫണ്ണി വൈബ് തരുന്ന ഒരു പെർഫ്യൂം, ഒരു ഹാപ്പിനെസ് കൊണ്ട് തുളുമ്പി നിൽക്കുന്ന ഒരു പെർഫ്യൂം. ആദ്യത്തെ സ്പ്രേയിൽ തന്നെ നമുക്കൊരു പുഞ്ചിരി തരുന്ന ഒരു പെർഫ്യൂം. സോ ഇതൊരു ഹാപ്പി പെർഫ്യൂമാണ്. ഇതിനൊരു ക്യാരക്ടറുണ്ട്. ഈ ഒരു പെർഫ്യൂമിന് പറ്റിയ ക്യാരക്ടർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടർ വേണം. അതായത് ചിരിയും തമാശയും കളിയും. 10 പേരുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ 10 പേര് ഒരുപോലെ ചിരിക്കണം. അപ്പോൾ അതുപോലെ ഫണ്ണി, ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പെർഫ്യൂമാണ്. ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു പെർഫ്യൂം. ലാസ് വെഗാസ് പോലുള്ള ഒരു സിറ്റി, ആ സിറ്റിയിൽ ഗാംബ്ലിങ്ങും പോക്കറും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് കാറിലൊക്കെ നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു യൂത്ത്. അതുപോലെ തന്നെ ബീച്ച്, പ്രത്യേകിച്ച് മയാമി ബീച്ച്, പിറകിൽ ബിക്കിനി ഗേൾസും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുന്ന ഒരു മില്യണർ. സോ അതാണ് ഈ ഒരു
പെർഫ്യൂമിന്റെ ഒരു ക്യാരക്ടർ. സോ അതുപോലത്തെ ഒരു ക്യാരക്ടറൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്ന ഒരു പെർഫ്യൂമാണ്. പക്ക യൂത്തിന് വേണ്ടി ഇറക്കി വിട്ടൊരു സാധനമാണ് ഇത് യൂത്ത് ആയിട്ടുള്ളവർ വേണം ഇത് വാങ്ങാൻ. കുറച്ച് മെച്ചൂർഡ് ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാം. പക്ഷേ എങ്കിലും ഈ ഒരു പെർഫ്യൂമിന്റെ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുന്നത് യൂത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഒരു ഫണ്ണി യൂത്ത് ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യുക, പ്രത്യേകിച്ച് കോളേജിൽ പോകുന്നവർ, പിന്നെ പ്രൊഫഷണൽസിന് യൂസ് ചെയ്യാം. ഓഫീസിലൊക്കെ AC ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ പെർഫോമൻസ് ഒരു 6-7 മണിക്കൂറാണ് ഇതിന്റെ ലോങ്ജിവിറ്റി വരുന്നത്. ആദ്യത്തെ 2.5 മണിക്കൂർ ഭയങ്കര പെർഫോമൻസ്, ഒരു റൂം ഫില്ലറായിട്ട് മാറുന്ന ഒരു പെർഫോമൻസ് ആദ്യത്തെ 2.5 മണിക്കൂറുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ എൻജോയ് ചെയ്യുന്ന രീതിയിലേക്ക് മണം മാറും. അപ്പോഴും മണം കിട്ടും, നമുക്ക് മണം കിട്ടുന്നുണ്ട്. പക്ഷെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് വരുമ്പോൾ കിട്ടുന്ന രീതിയിലേക്ക് ആദ്യത്തെ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ മണം ആ രീതിയിലേക്ക് അത് മാറും. അപ്പോൾ ആദ്യത്തെ ഒരു 1-2-3 മണിക്കൂർ വരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു 3 മണിക്കൂർ ഹെവി പ്രൊജക്ഷൻ ഉണ്ട്, റൂം ഫില്ലറാണ്. ഇനി അടിക്കേണ്ട കാലാവസ്ഥ എൻ്റെ അഭിപ്രായത്തിൽ രാവിലെയും ഉച്ചയ്ക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വൈകുന്നേരം രാത്രി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. രാത്രി ഉപയോഗിക്കാൻ ഡേറ്റിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുള്ളിക്കാരുമായിട്ട് കാമുകമായിട്ട് ഭാര്യയുമായിട്ടൊക്കെ പുറത്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊരു ഞാൻ പറഞ്ഞത് പക്ക ഒരു അടിച്ചുപൊളി ഫീൽ ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. ഇത് അടങ്ങിക്കൂടി ഒതുങ്ങി ഒരു മൂലയ്ക്ക് പോയിരിക്കുന്ന ഒരു സാധനം, ഒരു പാവമല്ല, ഒരു അയ്യോ പാവം ക്യാരക്ടറല്ല. ഈവൻ ഇറങ്ങി ചെന്ന് 10 പേരുണ്ടെങ്കിൽ 10 പേരെടുത്തും ചെല്ലുന്ന ഒരു പെർഫ്യൂം. സോ അതുപോലത്തുള്ള ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ വിത്ത്. വെയിലത്ത് അടിച്ചിട്ട് ഇറങ്ങി നടക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഈ ഒരു പെർഫ്യൂം അതായത് വേറെ ഒന്നുമല്ല, ഭയങ്കര ചൂടല്ലേ, ഈ ചൂടത്തൊക്കെ നമ്മൾ അത്രയും വെയിലത്ത് അത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ വാരി വലിച്ചടിക്കേണ്ടി വരും. സോ ഇതൊരു ഓഫീസിലൊക്കെ യൂസ് ചെയ്യാം, ഓഫീസിൽ AC ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഓഫീസിന് പുറത്ത് അധികം ഇറങ്ങുന്നില്ലെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാതെ അടിച്ചിട്ട് ഇറങ്ങി വെയിലത്ത് പോയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ടൈപ്പല്ല. നിങ്ങൾ എന്തായാലും ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം ഒരു 10,000-12,000 രൂപ വില വരുന്ന ഒരു പെർഫ്യൂം നമ്മൾ 8-10 സ്പ്രേ അടിച്ച് എല്ലാ ദിവസവും വെയിലത്ത് അടിച്ചിട്ട് നടക്കത്തില്ലല്ലോ. സോ ഓഫീസിൽ AC ആണെങ്കിലും അല്ലെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ കല്യാണം പോലുള്ള പരിപാടി, പിന്നെ യൂത്ത്, നിങ്ങൾക്കുള്ള പെർഫ്യൂമാണ്. നിങ്ങൾക്ക് ഏതൊക്കെ ഒക്കേഷൻ ഉണ്ടോ അതൊക്കെ നിങ്ങൾ അടിച്ചോ, അത് നിങ്ങൾക്ക് വിട്ടുവന്നിരിക്കുന്നത്. സോ ഇത്രയാണ് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ വില വരുന്നത് 125 ml 9,000 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂം ആണെങ്കിലും 125 ml കിട്ടുന്നുണ്ട്. സോ ട്രൈ ചെയ്തിട്ട് വാങ്ങുക. സിഗ്നേച്ചർ പെർഫ്യൂം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നിങ്ങളുടെ ക്യാരക്ടറിന് പറ്റിയ ഒരു പെർഫ്യൂം, ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടറൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂം. കളർ കണ്ടാൽ ഇതൊരു മൊജിറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ബെറീസ്, കാട്ടുപഴങ്ങളുടെ പഴച്ചാറിൻ്റെ ഒക്കെ ഒരു നിറവാണ് ജ്യൂസിന് കൊടുത്തിരിക്കുന്നത്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഇപ്പോൾ 5 ml 10 ml സാമ്പിൾ ഉണ്ട്. കമന്റിൽ നമ്പർ മെൻഷൻ ചെയ്യാം, താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്.